ഒരു ചാറ്റ് ലീക്കായെന്ന് പറഞ്ഞിട്ട് വമ്പൻ പ്രശ്നമായത് കേട്ടാ. വമ്പൻ പ്രശ്നമായിരുന്നത് അത് ഞാൻ ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്താന്ന് അതെന്താണെന്നറിയോ, ഞാനിങ്ങനെ ലൈവിലിരിക്കുമ്പോൾ DNA എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മാലിക്കേ പെട്ടെന്ന് മിന്നൽ പറ വെൽക്കം സ്ട്രീം. മാലിക്ക നീ പെട്ടെന്ന് വിളിച്ചിട്ട് ഷെയ്ഖിൻ്റെ അടുത്ത് വിളിച്ച് പറയണം, നീ ടെക്സ്റ്റ് ആക്ക്, കാസ്ട്രോ അവിടെ നിന്ന് എന്തോ പറയുന്നുണ്ട്, എന്തോ ക്ലിപ്പൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, നീ വേഗം വിളിച്ച് പറയാന്ന് പറഞ്ഞിട്ടാ. ഞാനാണെങ്കിൽ എന്താ വെച്ചാൽ ഞാൻ ലൈവ് കണ്ടില്ലല്ലോ പുള്ളിയുടെ, ഞാൻ നേരെ ടൈപ്പ് ചെയ്തിട്ടു കാസ്ട്രോ സംതിങ് അബൌട്ട് യു, എന്തോ ക്ലിപ്പൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഗ്രൂപ്പായിട്ട് അതിൽ ഡു സംതിങ് എന്ന് പറഞ്ഞു. ഇതങ്ങുണ്ടല്ലോ, ഇതങ്ങ് ലൈവില് പോയത് പ്രശ്നമില്ല, പുള്ളി ഫോൺ ഓണാക്കിയിട്ടാണല്ലോ ഇരിക്കണം, ആ ബോധം എനിക്കുണ്ടല്ലോ. ഇതങ്ങ് ലൈവില് കണ്ടതും പിന്നെ അങ്ങ് ആഘോഷാണ്. പിള്ളേര് ആ മാരി കൂമ്പിച്ച് പിന്നെ എന്താ കുത്തി ആ പുണ്ടച്ചി എന്നുള്ള ഇതിലൊക്കെ പിന്നെ അങ്ങ് തുടങ്ങി. ഞാൻ എന്ത് ചെയ്തിട്ട് DNA എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞ കാര്യം ഞാൻ അങ്ങനെ അടുത്ത് പറഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ പുള്ളിയുടെ ലൈവ് കാണുന്നത്. അപ്പോഴേക്കും ചാറ്റൊക്കെ പടർന്ന് പ്രശ്നമായില്ലേ, വിഷയായി. അതില് മെയിൻ പ്രശ്നം എന്താ പറയുക, ഞാൻ ഡു സംതിങ് എന്ന് ഞാൻ ഇട്ടു, അതാണ് മെയിൻ പ്രശ്നമായത്. ഡു സംതിങ് എന്നിട്ടത് ഞാൻ എന്താ ഈ സാധനം മലയാളത്തിൽ വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെ, ഞാൻ സത്യം പറഞ്ഞ ഷെയ്ഖിന് മനസ്സിലായി ഞാൻ എന്താണ് ചരിത്രം ഇട്ടതെന്നുള്ളത്. ഞാൻ അതേ ദിവസം വൈകിട്ട് വർക്കീച്ചനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഷെയ്ഖിനെ നമ്മളെല്ലാവരും ഞാൻ സെപ്പറേറ്റ് വിളിച്ച് ഞാൻ പറഞ്ഞ്, ഗായ്സ ഇതിങ്ങനെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ കുറേ കോൺട്രവേഴ്സിക്ക് എത്തും, ഇതിങ്ങനെ ഇത്രയും വൾഗറാക്കേണ്ട ആവശ്യമില്ല, ഇവിടെ നിർത്താന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായ? അതേ അർത്ഥത്തിലല്ല ഞാൻ ആ ഡു സംതിങ് ഇട്ടത്, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്ത്, എന്തേലും ഒന്ന് ചെയ്യേ അല്ലേ, ഇത് എന്തേലൊക്കെ പറയട്ടെ, എന്തേലും ഒന്ന് ചെയ്യുന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ആ ഡു സംതിങ്ങിൽ യാതൊരു പ്രശ്നമില്ല, മനസ്സിലായ? എനിക്കുണ്ടല്ലോ ആ ദിവസം വന്ന DM ഒക്കെ ഉണ്ടല്ലോ, ഡിപ്രഷൻ അടിച്ചിട്ടുണ്ടല്ലോ, ഞാൻ ഇല്ലാണ്ടായി പോയി. തെറിയൊക്കെ വിളിച്ച് പിള്ളേരൊക്കെ ഫയറായില്ലേ ചാറ്റി വന്നിട്ട് മായിര്, നീയോ കേവിയുടെ മുമ്പിച്ചോളോ പുണ്ടച്ചി പോലെന്നൊക്കെ പറഞ്ഞിട്ട് മായിര്. ഞാനാണെങ്കിൽ ആർക്കൊക്കെ റിപ്ലൈ കൊടുക്കും, തെറി വിളിക്കണമെങ്കിൽ